നമ്മളിൽ പലരുടെയും ഒരു ബക്കറ്റ് ലിസ്റ്റ് എടുത്താൽ അതിൽ ആദ്യം ഉണ്ടാവുക യാത്രകളായിരിക്കും. സ്വിറ്റ്സർലാൻഡിൽ പോകണം, പാരീസിൽ പോകണം, അല്ലെങ്കിൽ ഒരു ലഡാക്ക് ട്രിപ്പ് അടിക്കണം. പക്ഷേ എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഇപ്പോൾ കയ്യിൽ അത്ര പൈസയില്ല, കുറച്ചുകൂടി സമ്പാദിച്ചിട്ടാകാം, ലോണൊക്കെ ഒന്ന് തീരട്ടെ എന്നിട്ടാവാം. സത്യം പറയട്ടെ, ആ എന്നിട്ട് എന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ വന്നേക്കില്ല. യാത്ര ചെയ്യാൻ വേണ്ടത് ബാങ്ക് ബാലൻസ് അല്ല, അത് ചെയ്യാനുള്ള ആഗ്രഹമാണ്. പൈസ വരാൻ കാത്തിരുന്നാൽ നിങ്ങളുടെ പ്രായവും ആരോഗ്യവും നിങ്ങളെ കാത്തു നിൽക്കില്ല. യാത്ര ചെയ്യാൻ വലിയ കോടീശ്വരനാകണം എന്ന് വിചാരിക്കുന്നവർ കൊച്ചിയിലെ വിജയൻ മോഹന ദമ്പതികളെ കുറിച്ചൊന്നറിയണം. ഒരു ചെറിയ ചായക്കട നടത്തി കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ദിവസവും 300 രൂപ വീതം മാറ്റിവെച്ച് അവർ കണ്ടത് 25-ലധികം രാജ്യങ്ങളാണ്. അവർക്ക് വലിയ ബിസിനസ് സാമ്രാജ്യം ഉണ്ടായിട്ടല്ല അവർ ലോകം കാണാനിറങ്ങിയത്, മറിച്ച് ലോകം കാണണമെന്ന ആഗ്രഹം പണത്തേക്കാൾ വലുതായിരുന്നു അവർക്ക്. ചാർലി സിനിമയിൽ ദുൽഖർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, കാറ്റ് വീശുന്ന വഴിക്ക് പോകണമെന്ന്. വിജയൻ ചേട്ടനും മോഹൻ ചേച്ചിയും ചെയ്തത് അതാണ്. അവർ പൈസയ്ക്ക് വേണ്ടി കാത്തു നിന്നില്ല, കിട്ടുന്നതിൽ നിന്ന് മിച്ചം വെച്ച് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. അവർ നമുക്ക് മുന്നിൽ നിൽക്കുന്ന വലിയൊരു പാഠമാണ്. യാത്രകൾ നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കും. പുതിയ സംസ്കാരങ്ങൾ, പുതിയ മനുഷ്യർ, പുതിയ കാഴ്ചകൾ. ഇതൊന്നും ഒരു പുസ്തകം വായിച്ചാലോ സിനിമ കണ്ടാലോ കിട്ടില്ല. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയിൽ പറയുന്നത് പോലെ ചില യാത്രകൾ നമ്മളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ വിചാരിക്കും വയസ്സുകാലത്ത് റിട്ടയർ ആയിട്ട് യാത്ര പോകാമെന്ന്. പക്ഷേ അന്ന് നിങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ കണ്ണുണ്ടാകും, പക്ഷേ നടക്കാൻ കാലുകൾക്ക് ബലമുണ്ടാവണമെന്നില്ല, ആസ്വദിക്കാൻ ആരോഗ്യവും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് കയ്യിലുള്ള ചെറിയ തുക കൊണ്ട് ചെറിയ യാത്രകൾ തുടങ്ങൂ. അനുഭവിച്ച് തീർക്കേണ്ട ഒന്നാണ് ജീവിതം, അല്ലാതെ ബാങ്ക് ബാലൻസ് നോക്കി പേടിക്കാനുള്ളതല്ല. വിജയൻ ചേട്ടന് പറയാനുള്ളതും ഒരു കാര്യമുണ്ട്, നമ്മൾ മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് പണമല്ല, നമ്മൾ കണ്ട കാഴ്ചകളും ഓർമ്മകളുമാണ്. അതുകൊണ്ട് ബാഗ് പാക്ക് ചെയ്യൂ, ലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? താഴെ കമൻറ്റ് ചെയ്യൂ.